ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. ഞാൻ വിഭവങ്ങൾ തേടി വന്നതിൽ നമ്മളെ ഇന്ത്യൻ മുസമ്പിൻ്റെ സെക്ഷനാണിത്. ഇതാണിപ്പോൾ നമുക്ക് കൊണ്ടുള്ള തൈകൾ ഫുള്ള്. ഇപ്പോൾ സീസണല്ല, ഇങ്ങനെ ഫ്ലവറിങ് സീസൺ എല്ലാവർക്കും അറിയാം. നമ്മളെ നാട്ടിലും ഫ്ലവർ ചെയ്ത് വരണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ നേരത്തെ ഫ്ലവർ ചെയ്ത് ചെറിയ ഫ്രൂട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇതാണ് തൈകളുടെ ഗെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കണ്ടില്ല, അതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിറയെ ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ സീസൺ തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ ഇതുവരെ തണുപ്പായിരുന്നു. തണുപ്പ് കഴിഞ്ഞ് ചൂടിലേക്ക് വരുമ്പോഴാണ് ഇത് ഫ്ലവർ ഇടുന്നത്. അപ്പോൾ ഹോട്ട് ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന സാധനമാണിത്. ഇനി ചൂട് കാലത്താണിത് വലുതായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് ഇതാണ് നമ്മൾ കൊണ്ടുവരുന്ന തൈകൾ. ഇത് ഹെവി പ്ലാന്റുകളാണ്, ചെറിയ പ്ലാന്റുകളല്ല. ഇവിടുത്തെ കണക്കിൽ ഇത് വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെക്കാട് ഹൈറ്റുള്ള വലിയ വലിയ പ്ലാന്റുകളാണ്. പിന്നെ അതിൻ്റെ ജംബോ പ്ലാന്റുകളുണ്ട്. അതിപ്പം കൊണ്ടുവരുന്നില്ല, ഹെവി വെയിറ്റാണ്. 100-150 കിലോ തൂക്കാണ്. അതിൻ്റെ സിമെൻറ്റിൻ്റെ ചട്ടിയായ കാരണം പ്രാവശ്യം അത് എടുക്കുന്നില്ല. പ്രാവശ്യം പ്ലാസ്റ്റിക് ചട്ടീൻ്റെ കുറച്ചൊരു മീഡിയം പ്ലാന്റുകളാണ് എടുക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വലിയ 10,000-20,000 ഒക്കെ പറയുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഭയങ്കര വിലയായിട്ട് തോന്നും. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചൊന്ന് മിഡിൽ പ്ലാന്റുകളാണ് ഇപ്രാവശ്യം കൊണ്ടുവരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. എന്തായാലും ഒരു 15-20 ദിവസം കഴിഞ്ഞാൽ ഇവരൊക്കെ നമുക്ക് നാട്ടിലെത്തിക്കാനുള്ള പരിപാടിയിലാണ്. അതേപോലെ തന്നെ ഇത് വിയറ്റ്നാം മുസമ്പിയാണ്. നമുക്കറിയാം ഓൾ ടൈമാണ്. ഇപ്പോൾ ഇത് ഫ്ലവർ ഇടുന്ന സീസണാണ്. ഫ്ലവർ ഇട്ടും കണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലും. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലവർ ചെയ്ത് കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ ചെറിയ തൈകൾ ഇപ്രാവശ്യം കൊണ്ടുവന്നില്ല, വലിയ തൈകളും ഇല്ല. ഒരു ആവറേജ് ഫ്രൂട്ടിങ് തുടങ്ങിയ തൈകൾ, അത്യാവശ്യം കുറച്ച് ഫ്രൂട്ടിങ് ആയ തൈകൾ ആളുകൾക്ക് കൊണ്ടുപോയി കാത്തു നിൽക്കേണ്ട, ഡയറക്റ്റ് നമുക്ക് കൊണ്ടുപോയ പാടന്നെ ഫ്രൂട്ട് കഴിക്കാനും ഒക്കെ പറ്റിയ, എന്നാലും ഹെവി പ്ലാന്റ് അല്ല താനും. കാരണം ഹെവി പ്ലാന്റ് ആകുമ്പോൾ സാധാരണക്കാർക്ക് കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ള മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മളൊരു മിഡിൽ പ്ലാന്റിൽ പിടിച്ചിട്ടുള്ളത്. ഹെവി പ്ലാന്റൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റാണ്. കാരണം ഇപ്രാവശ്യം ബംഗ്ലാദേശിൽ ചെറിയ ഇഷ്യൂസ് ഉള്ള കാരണം സാധനങ്ങൾ വരുന്നത് വളരെ കുറവാണ്. മാൻഡറിൻ, സ്വീറ്റ് ബുഷ് ഓറഞ്ച് എല്ലാവർക്കും അറിയാം. മാൻഡറിൻ സാധനം നമ്മുടെ ഓമനപ്പേരിൽ സ്വീറ്റ് ബുഷ് ഓറഞ്ച്. ബുഷ് ഓറഞ്ച് പുളിയുള്ള വെള്ളം കലക്കുന്ന ലെമണിൻ്റെ പർപ്പസിന് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ സ്വീറ്റ് വെറൈറ്റിയാണിത്. മാൻഡറിൻ എന്നാണ് പറയുക. അതിന് സ്വീറ്റ് ബുഷ് ഓറഞ്ച് എന്ന് കൽക്കട്ട വാക്കാണ്. ലെവൻ പൂത്ത് നിൽക്കുന്ന മാങ്ങകളാണ്. സ്വീറ്റ് മാൻഡറിന് ഇതാണ് റെഡ് പൊമിലോ, അകംപുറം ചോപ്പ്. ചിലക്കുന്ന ഫുള്ള് ഫ്ലവർ ഇട്ട് കണ്ട് വരുന്നുണ്ട് തൈകൾ. ഫ്ലവറാണ്. മാങ്ങ ഫ്ലവർ ചെയ്യണത് കണ്ടില്ലേ? ബനാന മാങ്കോ ആണ്. എത്ര ഫ്ലവർ! ഇതൊക്കെ മാങ്ങായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കൊണ്ടുള്ള വിഭവങ്ങൾ. ഇനിയും തേടിങ്ങാണ്ടിരിക്കുകയാണ്, ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, വിയറ്റ്നാം മുസമ്പിൻ്റെ ഫുള്ള് ഫ്ലവറാണ്. ഫുള്ള് ഇപ്പോൾ സീസൺ തുടങ്ങണുള്ളൂ. ഒരു തലക്ക് ചെറിയ കായ്, വേറൊരു തലക്കൽ വലിയ ഫ്രൂട്ട്സ്. അപ്പോൾ അതാണ് ഇതിനെ ഓൾ സീസൺ എന്ന് പറയാൻ കാരണം. അപ്പോൾ ചെറുതും വലുതും ഫ്ലവറും ഒക്കെ ഒരു മരത്തിന്മേൽ തന്നെ ഉണ്ടാകുന്ന. അപ്പോൾ ഇതിൻ്റെ മിഡിൽ പ്ലാന്റുകളാണ് നമ്മൾ കൂടുതൽ കൊണ്ടുവരുന്നത്. പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്സുകാർക്കുള്ളതാണ്. പിന്നെ കുറച്ചൊക്കെ വലിയതും ഉണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ ടൗസർ ഇട്ടിട്ട് അളക്കരുത്. രണ്ടിന് രണ്ട് രൂപത്തിൽ തന്നെ കാണണം. 5 വയസ്സായ ആൾക്കും 15 വയസ്സായ ആൾക്കും ഒരേ തളം കെട്ടിയിട്ട് നമ്മൾ നോക്കരുത്.
ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതേപോലത്തെ തൈകളാണ് ആളുകൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ പൂവിട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇങ്ങനത്തെ തൈകളാണ്. ഈ തൈകൾ ഇവിടെ വെറുതെ കൊടുത്താലോ ഒരാൾ പോലും എടുക്കാത്ത തൈകളാണ്. അപ്പോൾ ഈ തൈകളും നമ്മൾ കൊണ്ടുവരുന്ന തൈകളും വ്യത്യാസമുണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽ നഴ്സറികൾക്ക് വിൽക്കാനുള്ള തൈകളാണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ എടുക്കാറില്ല. ഇത് ഇവിടെ നിന്ന് എടുത്ത് ഒന്നാകെ 100-500 കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് 100, 150, 200 വിൽക്കുന്നത്. 20 രൂപ 30 കിട്ടുന്ന സാധനങ്ങളാണ്. ആ സാധനവും ഈ സാധനം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് അറിയുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ പറയാൻ കാരണം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഒരുപാട് വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും പുതിയ പുതിയ വിഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പുതിയ വിഭവങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് കടന്നിൽ തന്നെ വരും. അതുവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.